ജീവിതത്തിലെ മോശം അവസ്ഥയെപ്പറ്റി ദീപ്തി കല്യാണി വ്യത്യസ്ത ഫോട്ടോഷൂട്ടിലൂടെയും റിയാലിറ്റി ഷോകളിലെ ഡാൻസ് പെർഫോമൻസുകളിലൂടെയും ശ്രദ്ധേയമായ താരമാണ് ദീപ്തി കല്യാണി. സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗം സൃഷ്ടിച്ചത് സിൽക്ക് സ്മിതയെ അനുകരിച്ചുകൊണ്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ദീപ്തി. താരത്തിന് സ്ത്രീയായി മാറാൻ ഏറെ കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി ശരീരം നൽകേണ്ടി വന്ന ദുർവിധിയിൽ നിന്നുമാണ് ഇന്ന് കേരളം അറിയപ്പെടുന്ന നിലയിലേക്ക് ദീപ്തി കല്യാണി മാറിയത്. ജീവിതത്തിൽ നേരിട്ട വിഷമഘട്ടങ്ങൾ ദീപ്തി കല്യാണി പങ്കുവയ്ക്കാറുണ്ട്. എന്റെ സ്വന്തം നാട്ടിൽ വെച്ചും ഞാൻ പിന്നീട് പോയിടങ്ങളിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 4 ചേച്ചിമാരും ചേട്ടനുമാണ്. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാർ. ചേട്ടന് 13 വയസ്സ് കഴിഞ്ഞിട്ടാണ് അമ്മ എന്നെ ഗർഭിണിയാകുന്നത്. ചേട്ടന്റെ സുഹൃത്തുക്കൾ എന്റെ സ്ത്രൈണത ചൂണ്ടിക്കാണിച്ച് ചേട്ടനോട് സംസാരിക്കുമായിരുന്നുവെന്ന് ദീപ്തി പറയുന്നു. പിന്നീട് ചേട്ടൻ മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച് നേരെ വന്ന് ദേഷ്യം തീർക്കുന്നത് എന്റെ ശരീരത്തിലായിരുന്നു. 1.5 വർഷം ഏട്ടന്റെ അടിയും തൊഴിയും കൊണ്ടു. നാട്ടിൽ നിന്ന് എന്നെ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. അന്ന് തന്നോട് ഇങ്ങനെ ചെയ്തവർ പിന്നെ പ്രശസ്തിയായപ്പോൾ അംഗീകരിച്ചെന്നും ദീപ്തി കല്യാണി പറയുന്നു. എന്റെ കുടുംബത്തിൽ ഇപ്പോൾ ഞാനെടുക്കുന്ന തീരുമാനമാണ്. എല്ലാവരും ഹാപ്പിയാണ്. 16-17 വയസ്സിൽ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. ബസ് കഴുകി രാത്രി ബസ്സിൽ കിടന്നുറങ്ങി. ഇല്ലെങ്കിൽ നാളെ എന്റെ കുടുംബം എന്നെ തിരിച്ചു വിളിക്കുമെന്ന് കരുതിയാണ് ഞാൻ അവിടെ കിടന്നിരുന്നത്. അവിടെ നിന്നും എന്റെ കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളെ കിട്ടി. പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണെഴുതാനും ലിപ്സ്റ്റിക് ഇടാനും തുടങ്ങി. കർച്ചീഫ് വാങ്ങി ഞാൻ നെഞ്ചിൽ വെച്ചിട്ടുണ്ട്, സ്ത്രീകളെ പോലെയാകാൻ. കാണുന്നവർ അത് വേഷം കെട്ടെന്ന് പറയൂ. ആളുകൾ വളരെ മോശമായി പരിഹസിച്ചു. കുറച്ചുകൂടി വൾഗറാകാൻ തുടങ്ങിയപ്പോൾ എന്റെ ചേച്ചിയുടെ മകന്റെ വിവാഹമായി. വീട്ടിൽ നിന്ന് എല്ലാവരും ഗുരുവായൂർ സ്റ്റാൻഡിൽ പർച്ചേസ് ചെയ്യാൻ വന്നു. പോകുന്ന സമയത്ത് എന്നെ കണ്ടു. എന്നെ മൈൻഡ് പോലും ചെയ്യാതെ അവർ പോയി. അന്ന് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. റെയിൽവേ ട്രാക്കിലൂടെ നടന്നു. ഒരാൾ തന്നെ ട്രാക്കിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നും ദീപ്തി കല്യാണി പറഞ്ഞു. തന്റെ പങ്കാളി തന്നെ ചതിച്ചതിനെ കുറിച്ചും ദീപ്തി കല്യാണി സംസാരിച്ചു. താലി കെട്ടി 3 വർഷം ഞാൻ അവന്റെ കൂടെ ജീവിച്ചതാണ്. ഞാനും അവനും അവന്റെ അമ്മയും കൂടി ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിച്ചത്. അവന്റെ കൂടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. അവന്റെ അമ്മ എനിക്ക് മുല്ലപ്പൂ കെട്ടിത്തരുമായിരുന്നു. നല്ല സ്നേഹത്തിലായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ എന്നെ വഞ്ചിച്ചു. എന്റെ കണ്ണിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഫീൽ ആകില്ല. എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ എന്റെ പിറകെ വന്നു. പക്ഷെ പിന്നീട് ഞാൻ അഭിനയിച്ച് ജീവിക്കേണ്ടി വരും, ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കുന്നത് പോലെ. അതുകൊണ്ട് ആ ബന്ധം അവിടെ കട്ട് ചെയ്തു. പക്ഷെ അതിന്റെ വേദന ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് ദീപ്തി കല്യാണി പറയുന്നു.